അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ്, ഒരു തീരുമാനമെടുത്താൽ അത് നമുക്ക് ഹൈറായി തീരുവാൻ വേണ്ടിയിട്ട്. ഏതൊരു കാര്യത്തിൽ ഒരു ശരിയായ തീരുമാനമെടുത്താലും നമ്മുടെ ജീവിതത്തിൽ ആ തീരുമാനത്തിന് തോൽവി സംഭവിക്കാതെ, അത് തെറ്റായ തീരുമാനമായി പോകാതെ, അത് നമ്മുടെ ജീവിതത്തിൽ ഹൈറായി തന്നെ നിലകൊള്ളുവാൻ വേണ്ടിയിട്ട്, ആ തീരുമാനം എടുത്തത് നന്നായി, അല്ലെങ്കിൽ നമുക്ക് ഹൈറായി തീർന്നു, ആ തീരുമാനം എടുത്തത് കൊണ്ട് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ടുമുള്ള ഒരു ദുആനെ കുറിച്ചാണ്. പല പല കാര്യങ്ങൾക്കും നമുക്ക് സംശയങ്ങളുണ്ടല്ലേ. ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും പലവിധ തീരുമാനം, അതായത് ഒരു കല്യാണ ആലോചനയുടെ തീരുമാനമായ ആകട്ടെ, അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിൽ ഒരു ശരിയായ തീരുമാനം എടുക്കാൻ കഴിയാതെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് കുട്ടികൾ അബ്രോഡ് പോവുകയാണ്. അപ്പോൾ അവിടെ ആ കാര്യത്തിൽ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാതെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരു വീട് വാങ്ങിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കുന്നതിനെ കുറിച്ചോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ശരിയായ തീരുമാനം എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി നിൽക്കാറുണ്ടല്ലേ. ഇത് എന്ത് ചെയ്യുക, ഈ ഒരു ആയത്ത് 7 തവണ ഓതിയിട്ട് ആ തീരുമാനം എടുക്കുകയാണെങ്കിൽ, അത് എസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ആയത്ത് ഓതിയതിനു ശേഷം ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുത്താൽ നിങ്ങൾക്കത് ജീവിതത്തിൽ ഹൈറായി തന്നെ സംഭവിക്കും ഇൻഷാ അല്ലാഹ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് വിഷമവും ടെൻഷനും അടിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്ഥലം വാങ്ങിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലായാലും നമ്മൾ പൈസ ചെലവാക്കിയിട്ട് നമുക്കത് ദോഷം സംഭവിച്ച കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. അതിമഹത്തായ ഒരു ദിക്റിനെ കുറിച്ചാണ്, ഒരു ആയത്തിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കറക്റ്റായിട്ട് തന്നെ എങ്ങനെ അത് സംഭവിക്കണം, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് ആണ് നമുക്ക് ഇത് ചൊല്ലേണ്ടത്. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് 7 തവണ, അതായത് ആ തീരുമാനം എടുക്കുന്നതിന് മുൻപ് 7 തവണ ഈ ആയത്ത് ഓതുക. വെറും 7 തവണ ഓതുക. ഓതിയിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ആ തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്കത് നന്നായിട്ട് വരികയുള്ളൂ. ആ ദിക്ർ ഏതാണ്? അല്ലാഹുമ്മ ഖിർലി വഖ്തിർലി. വേറെ ഒന്നുമില്ല, ഒരു ചെറിയ ഒരു ആയത്താണ് അല്ലാഹുമ്മ ഖിർലി വഖ്തിർലി എന്നുള്ള. ഇത് ഒരു മാർഗമാണ്. അടുത്തതായിട്ട് പറയുന്ന മാർഗം, ഈ ആയത്ത് 2 പേപ്പറുകളിലായിട്ട് എഴുതുക. ഒരു പേപ്പറിൽ അല്ലാഹുമ്മ ഖിർലി വഖ്തിർലി എന്ന് എഴുതിയിട്ട് ശരി എന്നിടുക. രണ്ടാമത്തെ പേപ്പറിൽ അല്ലാഹുമ്മ ഖിർലി വഖ്തിർലി എന്ന് എഴുതിയിട്ട് തെറ്റിടുക. അത് രണ്ടും നമ്മുടെ കുലുക്കുമല്ലോ, സാധാരണ കുലുക്കുന്ന സമയത്ത് കുലുക്കിയിട്ട് ഇടുക, താഴോട്ട് ഇടുക. ഏതെങ്കിലും ഒന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ശരിയായ തീരുമാനം നമ്മുടെ കൺമുന്നിൽ അത് തെളിയുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് ഇടവരുത്തി പെരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. ജീവിതത്തിൽ എടുക്കുന്ന നല്ല തീരുമാനങ്ങളും മോശമായ തീരുമാനങ്ങളുമെല്ലാം അത് നിങ്ങൾക്ക് വിഷമം വരാത്തതും ടെൻഷനും അടിക്കാത്ത രീതിയിലും അല്ലാഹു ഹൈറാക്കി പെരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറന്നു പോവാതിരിക്കുക. അവരും പഠിക്കട്ടെ. അറിഞ്ഞുകൂടാത്ത ആളുകളിലേക്കും കൂടെ എത്തുമ്പോൾ അത് അവർ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു സ്വതക്കയാണ്, അത് പാഴാക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഈ 2 മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴി തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. ഇത് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നമ്മൾ എടുക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും, നമുക്കതിലൊരു മോശം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു തെറ്റ് സംഭവിക്കുകയോ, അല്ലെങ്കിൽ ആ തീരുമാനം എടുത്തത് കൊണ്ട് അള്ളാഹുവേ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊന്നും ഒരു രീതിക്ക് നമുക്ക് ബുദ്ധിമുട്ട് വരികയില്ല ഇൻഷാ അല്ലാഹ്. ഈ ആയത്ത് ഓതി നമ്മൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും 100% വിജയവുമായിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.